ഗോപാലിന് ആശംസ അർപ്പിക്കുകയാണ്. മന്ത്രിമാർ അടക്കമുള്ളവരുണ്ട്. ഏതായാലും ബജറ്റ് അവതരണത്തിന് 1 മിനിറ്റ് മാത്രമാണ് ബാക്കി. ഇപ്പോൾ സ്പീക്കർ കടന്നു വരികയാണ്. സ്പീക്കർ അദ്ദേഹത്തിന്റെ സ്പീക്കർ സഭയിലേക്ക് കടന്നു വരുന്നു. സ്പീക്കർ എൻ ഷംസീർ സഭയിലേക്ക് കടന്നു വരുന്നു. അല്പസമയത്തിനകം സെക്കൻഡുകൾക്കകം ബജറ്റ് അവതരണം ആരംഭിക്കും. ഓർഡർ. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ, അങ്ങേക്ക് 2026-27 മുതൽ 2028-29 വരെയുള്ള മീഡിയം ടേം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ്, മീഡിയം ടേം ഫിസ്ക്കൽ പ്ലാൻ അടക്കമുള്ള സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റുകളും 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനയുടെ അന്തിമ സ്റ്റേറ്റ്മെന്റും കേരള അടിസ്ഥാന സൌകര്യ നിക്ഷേപ നിധി ബോർഡിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ഫിഡിലിറ്റി സർട്ടിഫിക്കറ്റും 7ാം ധനകാര്യ കമ്മീഷന്റെയും പൊതുവ്യയ പുനഃപരിശോധനാ കമ്മിറ്റിയുടെയും റിപ്പോർട്ടുകളും മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കാവുന്നതുമാണ്. യെസ് മിനിസ്റ്റർ. സർ, 2026-27 മുതൽ 2028-2029 വരെയുള്ള മീഡിയം ടൈം ഫിസ്ക്കൽ പോളിസി സ്റ്റേറ്റ്മെന്റ് മീഡിയം ടൈം ഫിസ്ക്കൽ പ്ലാൻ 2026-27 സാമ്പത്തിക വർഷത്തെ വാർഷിക ധനകാര്യ സ്റ്റേറ്റ്മെന്റ് എന്നിവ അടക്കമുള്ള മുഴുവൻ സ്ട്രാറ്റജി സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ മേശപ്പുറത്ത് വെക്കുന്നു. 2025-26 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളുടെ അന്തിമ സ്റ്റേറ്റ്മെന്റ്, കേരള അടിസ്ഥാന സൌകര്യ നിക്ഷേപ നിധി ബോർഡിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ഫിഡിലിറ്റി സർട്ടിഫിക്കറ്റ്, 7ാം ധനകാര്യ കമ്മീഷന്റെ 1ാമത് റിപ്പോർട്ട്, ആയതിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, 7ാമത് പൊതുവ്യയ പുനഃപരിശോധന കമ്മിറ്റിയുടെ ആദ്യ റിപ്പോർട്ട് എന്നിവയും മേശപ്പുറത്ത് വെക്കുന്നു. സർ, 2026-27 സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്നത് ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ്. ധനമന്ത്രി എന്ന നിലയിൽ ഞാൻ അവതരിപ്പിക്കുന്ന 6ാമത്തെ ബജറ്റാണിത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ അവതരിപ്പിച്ച ഓരോ ബജറ്റും തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിന് കൃത്യമായി ആസൂത്രണം ചെയ്ത പരിപാടികളുടെ പ്രഖ്യാപനങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ കൈവരിച്ച പുരോഗതി ഞങ്ങൾ ജനസമക്ഷം അവതരിപ്പിച്ചിരുന്നു. മുൻ സർക്കാരിന്റെ കാലത്ത് അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ടുകളും വിപുലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് നടപ്പ് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്. സർ, 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. എന്തെല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ നോർമലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിൽ അതിശയകരവും അഭിമാനകരവുമായ പുരോഗതിയാണ് ജനജീവിതത്തിന്റെ എല്ലാ തുറകളിലും ഉണ്ടായിരിക്കുന്നത്. ഈ സമ്മേളനകാലത്ത് ഓരോ വികസന തുറയിലും വന്ന മാറ്റങ്ങൾ വിശദമായി ചർച്ച ചെയ്യപ്പെടണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. സ്ഥിതിവിവര കണക്കുകളും ഉദാഹരണങ്ങളും നിരത്തി സംസ്ഥാനം നേടിയ അഭിമാനകരമായ നേട്ടങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ടിരിക്കാനും ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെ ഒരു ചർച്ച ഈ സഭയിൽ നടന്നാൽ അത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു നല്ല മാതൃകയായിരിക്കും സൃഷ്ടിക്കുക. സർ, 2025-26 ബജറ്റ് പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ ചില സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവച്ചിരുന്നു. ദീർഘകാലമായി സംസ്ഥാന സർക്കാർ നേരിട്ടിരുന്ന ധനവൈഷമ്യത്തിൽ നിന്നും നാം കരകയറിയിരിക്കുന്നു എന്നായിരുന്നു ആദ്യത്തെ പ്രസ്താവം. കേരളം സാമ്പത്തിക വളർച്ചയുടെ ഒരു ഉയർന്ന ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ടേക്ക് ഓഫിന് സജ്ജമായിരിക്കുന്നു എന്ന കാര്യവും തുടക്കത്തിൽ തന്നെ എടുത്തു പറഞ്ഞിരുന്നു. സർ, പുതിയ ബജറ്റ് പ്രസംഗത്തിൽ എനിക്ക് കൂടുതൽ സന്തോഷ വർത്തമാനങ്ങൾ പങ്കുവെക്കാനുണ്ട്. എന്നാൽ അവയിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളീയരെ ആശങ്കപ്പെടുത്തുന്ന എന്നാൽ ജാഗ്രതയോടെ നീങ്ങിയാൽ ഒഴിവാക്കാനാകുന്ന ഒരു അപകടത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട്. സർ, എത്ര ബജറ്റ് അവതരിപ്പിച്ചാലും എത്ര ലക്ഷം കോടി ചെലവാക്കിയാലും കിട്ടാത്തൊരു സ്വത്ത് കേരളത്തിന് സ്വന്തമായുണ്ട്. കേരളീയരുടെ ഒത്തൊരുമ എന്നാണ് ആ മഹത്തായ സ്വത്തിൻ്റെ പേര്. ശാന്തിയും സമാധാനവും മതസൗഹാർദ്ദവും ഒത്തൊരുമയും നിലനിർത്താനാവുന്നു എന്നതാണ് നമ്മുടെ ഭാവി വളർച്ചയുടെയും ഐശ്വര്യത്തിൻ്റെയും ഏറ്റവും വലിയ ഗ്യാരണ്ടി. വിദേശ സഞ്ചാരികളെയും സംരംഭകരെയും മൂലധനത്തെയും മറ്റും നമ്മുടെ നാട്ടിലേക്ക് ആകർഷിക്കാൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ഘടകത്തെക്കുറിച്ച് ആലോചിക്കാനാവില്ല. പക്ഷേ കേരളത്തിൻ്റെ ഈ കൂട്ടായ്മയെ തകർക്കാൻ ഉഗ്രവിഷമുള്ള വർഗീയ സർപ്പങ്ങൾ തക്കം പാർക്കുന്നുണ്ട്. കേരളീയ ജീവിതത്തിന്റെ സ്വച്ഛതയിലേക്ക് വിഷം പകരാൻ അവർ പലവരും ശ്രമിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് വിഷബാധകളെ ചെറുക്കാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട്.
പക്ഷേ പെട്ടെന്ന് പരാജയം സംബന്ധിച്ച് പിൻവാങ്ങുന്നവരല്ല മതരാഷ്ട്രവാദം ചുറ്റുന്ന വിഷസർപ്പങ്ങളെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരള ജനതയെ വർഗീയമായി വിഭജിച്ചും ധ്രുവീകരിച്ചും കീഴ്പ്പെടുത്താൻ പുതിയ തന്ത്രങ്ങളുമായി അവർ സജീവമായിരിക്കുന്നു എന്നത് കാണണം. വർഗീയതയ്ക്കെതിരെ ജനകീയ ഐക്യത്തിൻ്റെ പ്രതിരോധം തീർക്കുന്നവരെ ചാപ്പ കുത്തുക എന്നതാണ് തെരഞ്ഞെടുപ്പ് വിദഗ്ധർ ഓതിക്കൊടുക്കുന്ന പുതിയ തന്ത്രം. സർ, ചാപ്പ കുത്തലുകളെ ഞങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നു. തീക്കട്ടയിൽ ചിതലരിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. കുറഞ്ഞത് ഒരു നൂറ്റാണ്ട് കാലമായി ഞങ്ങൾ ഇവിടെ ജനങ്ങൾക്കിടയിലുണ്ട്. സാമ്രാജ്യത്തിനെതിരായ സമരങ്ങളിൽ തുടങ്ങി ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളിലും നിയമനിർമ്മാണത്തിലും കൂടി വളർന്ന് എണ്ണമറ്റ തൊഴിൽ സമരങ്ങളിലൂടെ ശക്തി പ്രാപിച്ച് ക്ഷേമ പെൻഷനുകളുടെയും പെൻഷനുകളുടെ വിതരണത്തിലും ജനകീയ ആസൂത്രണത്തിലും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും എത്തി നിൽക്കുന്ന ഞങ്ങൾക്ക് ഒരു മതജാതി വിഭാഗവും അപരരല്ല. എല്ലാവരും ചേർന്നാണ് ഞങ്ങൾ ഇടതുപക്ഷം. സർ, സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെട്ടു എന്ന് കഴിഞ്ഞ ബജറ്റ് പ്രസംഗത്തിലെ പ്രസ്താവം വസ്തുനിഷ്ഠമാണ്. നേരത്തെ നിശ്ചയിച്ച വായ്പാ പരിധി വെട്ടിക്കുറച്ചും അർഹമായ കുടിശ്ശികകൾ നിഷേധിച്ചും ഈ സർക്കാരിനെ അവസാന പാദത്തിൽ ശ്വാസം മുട്ടിക്കാൻ കേന്ദ്ര ശ്രമം നടത്തുന്നുണ്ട്. അവ പക്ഷേ താൽക്കാലികമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഇരുട്ടടി എന്നേ അതിനെ കാണേണ്ടതുള്ളൂ. ദീർഘകാല ധനകാര്യ നില നോക്കിയാൽ കേരളം വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്ന കാര്യം പറയുന്നത് ഞങ്ങൾ മാത്രമല്ല, റിസർവ് ബാങ്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും എല്ലാം ഇക്കാര്യം പറയുകയും കേരളത്തെ അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ധനനിലയിലെ അഭിമാനകരമായ പുരോഗതി സംബന്ധിച്ച സ്ഥിതിവിവരങ്ങൾ ബജറ്റ് പ്രസംഗത്തിലും അനുബന്ധ രേഖകളുമായി അവതരിപ്പിക്കുന്നുണ്ട്. സർ, സർക്കാരിന്റെ ധനസ്ഥിതി പരിശോധിച്ച് അധിക ബാധ്യത ഏറ്റെടുക്കാൻ കഴിയുമെന്നുറപ്പിച്ചിട്ടാണ് കഴിഞ്ഞ ഒക്ടോബർ 29 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ പെൻഷനുകളും ഓണറേറിയങ്ങളും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പ്രസ്താവന നടത്തിയത്. അതിനോടനുബന്ധിച്ച് 3 പുതിയ പദ്ധതികൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. പുതിയ പദ്ധതികൾ ആദ്യത്തേത് നിലവിലുള്ള മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലൊന്നും ഗുണഭോക്താക്കളാക്കാത്ത 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ട്രാൻസ് വുമൺ അടക്കമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഉറപ്പാക്കുന്ന മുഖ്യമന്ത്രിയുടെ സ്ത്രീ സുരക്ഷാ പദ്ധതിയാണ്. 31 ലക്ഷം പേർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. സർ, ഇതുവരെ 16.32 ലക്ഷം പേർ ഈ പദ്ധതിയിൽ അംഗമായി. ഈ പദ്ധതിക്ക് 3720 കോടി രൂപ വകയിരുത്തുന്നു. സർ, രണ്ടാമത്തേത് അഭ്യസ്ത വിദ്യരും തൊഴിലിനായി വിവിധ പരിശീലനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായ ചെറുപ്പക്കാർക്ക് ഒരു പ്രോത്സാഹന സഹായം എന്ന നിലയിൽ പ്രഖ്യാപിച്ച് നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് എന്ന പദ്ധതിയാണ്. സർ, 5 ലക്ഷം ചെറുപ്പക്കാർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഇതുവരെ ഈ പദ്ധതിയിൽ 68,731 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആദ്യ മാസത്തെ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി 400 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, മൂന്നാമത്തേത് കുടുംബശ്രീ ADSകൾക്കുള്ള 2025 നവംബർ 1 മുതൽ പ്രതിമാസം 1000 രൂപ പ്രവർത്തന ഗ്രാമത്തായി നൽകാനുള്ള തീരുമാനമായിരുന്നു. 19,470 ADSകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു തുടങ്ങി. സർ, തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്കും കരുതലാവുന്ന ക്ഷേമ പരിപാടികൾ പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും അവരുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോഴല്ലേ കഴിയൂ. മറ്റാർക്കും കഴിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. സർ, ഇക്കാര്യം ക്ഷേമ പെൻഷനുകളുടെ ചരിത്രമെടുത്താൽ പകൽ പോലെ വ്യക്തമാവും. ആരാണ് അവ തുടങ്ങിയത്, ആരാണ് അവ ഘട്ടം ഘട്ടമായി ഉയർത്തിയത് എന്നൊക്കെ ഈ നാടിനറിയാം. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമ ബോർഡ് പെൻഷനുകൾ, സർക്കാർ സർവകലാശാല പെൻഷനുകൾ എന്നിവ നിലവിലെ 1600 രൂപയിൽ നിന്നും പ്രതിമാസ നിരക്കിൽ നിന്നും പ്രതിമാസം 2000 രൂപയായി വർദ്ധിപ്പിക്കാമെന്ന് പ്രസ്താവിച്ചിരുന്നു. 2025 നവംബർ മാസം മുതൽ ഉയർന്ന നിരക്കിൽ ക്ഷേമ പെൻഷൻ നൽകുന്നുണ്ട്. സർ, 2026-27 വർഷത്തേക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തുന്നു. സർ, അംഗനവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും സാക്ഷരതാ പ്രേരകന്മാർ, ആശാവർക്കർമാർ, സ്കൂൾ പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകരും ആയമാരും തുടങ്ങി ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. ഉയർന്ന നിരക്കിലുള്ള ഓണറേറിയം നൽകി തുടങ്ങി. ഇവരുടെ ഓണറേറിയത്തിനും വേതനത്തിനും കാലോചിതമായ വർധന വരുത്തേണ്ടതുണ്ട്. സർ, ഇവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സ്കീമുകളിൽ പണിയെടുക്കുന്നവർക്ക് കേന്ദ്രം ദശാബ്ദങ്ങൾക്ക് മുമ്പ് നിശ്ചയിച്ച ഓണറേറിയമാണ് ഇപ്പോഴും നൽകുന്നത്. ആനുകൂല്യങ്ങൾ ഇതിനിടയിൽ പലതവണ കൂട്ടി നൽകിയ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുകയും കേന്ദ്രത്തെ പുകഴ്ത്തുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇവിടെ അരങ്ങേറുകയുണ്ടായി. കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിലും ഡൽഹിയിലും സമരം നടത്തുന്നതിനെക്കുറിച്ച് ബന്ധപ്പെട്ടവർ ആലോചിക്കണം. അതെന്തായാലും സ്കീം വർക്കേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന നയമാണ് ഇടതുപക്ഷം എക്കാലവും തുടരുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.